മുല്ലവള്ളി പോലെ എന്തു ഭംഗി നിന്നെ കാണാൻ. ഭംഗിയൊക്കെ നോക്കാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചേച്ചി വേറെ സൗണ്ട് ഉണ്ട്, ചിരിക്കും ചേച്ചി. ചിരിക്കോ? ചിരിക്കാൻ പറ്റുമോ? ഈ സൗണ്ട് ഒന്ന് കേട്ട് കഴിഞ്ഞാൽ ചിരിക്കും. അതായത് പുള്ളി മറ്റേ മന്നാർമത്തെ സ്പീക്കിങ്ങിന് പുള്ളിനെ ഗർഭാസി ആശാൻ എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിയുടെ അടുത്തേക്ക് ഒരു കുപ്പി ഇങ്ങനെ കൊണ്ടു കൊടുക്കും. കുപ്പി വാങ്ങിയിട്ട് പുള്ളി ഇങ്ങനെ മണത്തു പോകും. ഇത് ഞാൻ എന്ത് വേണമെങ്കിലും വിളിക്കാം. അപ്പൊ പൊന്നപ്പൻ അല്ല തങ്കപ്പൻ. എൽവോ എടാ എൽവോ, ആരാ വന്നേ നോക്കി. ആ ഇത് ഗോപാലകൃഷ്ണൻ, അത് ബാലകൃഷ്ണൻ. ഉർവശി തിയേറ്റേഴ്സ് കേട്ടിട്ടുണ്ടോ? അതിലെ പ്രധാനപ്പെട്ട നടിയ പേര് ശകുന്തള. എന്നെ കുറിച്ച് പത്രത്തിൽ വന്നു. ഈ പത്രക്കാരെ കൊണ്ട് തോറ്റു. അടിച്ചൊടിക്കലാ മറ്റേ കാലി. അയ്യോ എന്ന കാലല്ല, ആ മറ്റേ കാല് തള്ളി 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 ഒടിക്കടാ. അപ്പൊ അതുപോലെ തന്നെ എനിക്ക് എന്റെ ഒരു മണിച്ചേട്ടനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളല്ലേ. അപ്പൊ മണിച്ചേട്ടന്റെ ഒരു പാട്ട് പാടുന്നതിന് മുമ്പ് ഇനി എല്ലാവരും ഞാൻ ഒരു കോടിയിൽ വന്നപ്പോൾ ഒരുപാട് പാട്ട് പാടി വന്നു. അപ്പൊ എനിക്ക് നല്ല പാട്ട് പാടുന്ന ആൾക്കാർക്ക് അറിയില്ല. മണിച്ചേട്ടൻ പാട്ടാണെങ്കിൽ അപ്പൊ രണ്ടുപേരും നല്ല പാട്ട് രണ്ടുപേരും പാടാം. നല്ലതാണ് കൈ അടിക്കണം കേട്ടോ, അല്ലെങ്കിൽ പോകണം. അപ്പൊ രണ്ടുപേരി എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയിൽ രണ്ടുപേരും പാട്ടിടാം. ഉണ്ണികളെ ഒരു കഥ പറയാ, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാ. പുൽമേട്ടിലോ പൂങ്കാട്ടിലോ, പുൽമേട്ടിലോ പൂങ്കാട്ടിലോ, എങ്ങു പിറന്നു പണ്ടിളം മൂളം കൂട്ടിൽ. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാ. മണിച്ചേട്ടന്റെ പാട്ട്. മണിച്ചേട്ടൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സൗണ്ട് ചെയ്തിട്ട് പാടുന്ന. മണിച്ചേട്ടന്റെ പറയാൻ പറഞ്ഞപ്പോ ഉണ്ണികളെ പാടി.